ഗൈസ് നമസ്കാരം, വോൾട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ചെറിയൊരു ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് മിന്നിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സോളാർ എങ്ങനെ ഒരു വീട്ടിൽ പിടിപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു, അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു സിസ്റ്റം ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു സോളാറിൻ്റെ സിസ്റ്റം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ആസ് എ കസ്റ്റമർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞ ഒരു ഫെയിലിയർ ആയിപ്പോയി സിസ്റ്റം. അതായത് ഇതൊരു എന്താ പറയുക, മറ്റൊരു ഇതിൻ്റെ ഇൻവേർട്ടറൊന്നും പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നില്ല, സോളാറിൽ മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഫെയിലിയറിലായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് കാരണത്താലാണ് ആ സിസ്റ്റം ഫെയിലായെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സോളാർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 25 വർഷത്തേക്കൊക്കെ ആയിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത്രയും നാളത്തേക്ക് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു സിസ്റ്റം ചെയ്യുന്നത് ഒരു 2.25 ലക്ഷം രൂപയ്ക്കാണെന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ബാക്കിൽ ക്യാമറ പിടിച്ചേക്കണം, അവനൊരു 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സെയിം സ്പെക്ക്. ഇപ്പോൾ ഞാനൊരു 3 കിലോ വാട്ടാണ് തരുന്നതെങ്കിൽ അവനൊരു 3 കിലോ വാട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരുടെ കൊട്ടേഷൻ മേടിക്കുക. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കേണ്ട പാനലിനെ കുറിച്ച് നോക്കുക, കേബിൾ നോക്കുക, പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ, പിന്നെ സർവീസസ്. ഏറ്റവും കാര്യമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർവീസാണ്. കാരണം ഇതൊരു ലോങ് ടേം റണ്ണാണ്. ഏകദേശം ഒരു 10 വർഷത്തെ വാറണ്ടിയൊക്കെ ഈ ഓൺ ഗ്രിഡിൽ കിട്ടും. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ 5 വർഷമാണ്. അത് പല കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക. ഈ ഒരു സമയത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആകുമ്പോൾ ഈ ഒരു ചെറിയൊരു പ്രൈസിൻ്റെ വ്യത്യാസത്തിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച്, ഇപ്പോൾ ഈവൻ 2 ലക്ഷം രൂപയ്ക്ക് ചെയ്തു, പക്ഷേ നമ്മൾ പറയുന്ന ഒരു സ്പെക്ക് ഉണ്ടായിരിക്കില്ല, പിന്നെ ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കില്ല കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ലൊരു കമ്പനിയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ കൊടുക്കുക. കാരണം അവസാനം, അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസസിൻ്റെ ഇഷ്യൂസ് ഒന്നും വരാണ്ടിരിക്കാൻ. ഇവിടെ ഒരു സിസ്റ്റം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സോളാർ ചെയ്ത സമയത്ത്. അതിനുശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് ഈ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. കാരണം നമ്മളിവിടെ എന്തുകൊണ്ടാണ് സിസ്റ്റം ഫെയിലിയർ ആയത്. കാരണം ഇവിടെ സത്യം പറഞ്ഞാൽ വേറെ കറണ്ടൊന്നുമില്ല. കാരണം സോളാറിൽ നിന്ന് മാത്രമുള്ള ഒരു കറണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മഴക്കാല സമയങ്ങളിൽ ഇതിൻ്റെ ഒരു ചാർജിങ് പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞ സിസ്റ്റം ഫെയിലിയർ ആയത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വേറൊരു കമ്പനി വന്ന് ഇവർ ആ സമയത്ത് നമ്മളിതൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിനെക്കുറിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയായിരുന്നു. ഈ ഒരു പാനൽ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത്, അതായത് ഈ ഉള്ള പാനലിൻ്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി. അപ്പോൾ ഞാൻ പറയാൻ പോണേ ആ പഴയ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ അത് തമ്മിൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഈ വലിയ പാനൽ എന്ന് പറയുന്നത് മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് ആണ്. ഈ ഒരു വലിയ പാനൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലും ബ്ലൂ കളറിലും ആണ് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ 2 കിലോ വാട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കിലോ വാട്ടിനുള്ള പാനലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 12 പാനൽ. ഈ ഒരു പാനൽ എന്ന് പറയുന്നത് 100 വാട്ടിൻ്റെ പാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, 100 വാട്ടിൻ്റെ പാനൽ ഒരു 20 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, 2 കിലോ വാട്ട് ഉണ്ടാവില്ലേ? ശരിയാണ്, ഉണ്ടാവും. കാരണം 20 എണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000 വാട്ട്സ് ഉണ്ട്. പക്ഷെ എൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചെറിയ പാനലുകളിലേക്ക് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് 500 വാട്ട്സ് വരെയുള്ള പാനൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ട്രിനയുടെയൊക്കെ പാനൽ എന്ന് പറഞ്ഞാൽ 500-550 വാട്ട്സിൻ്റെ ഒക്കെ പാനലുകൾ അവൈലബിൾ. അപ്പോൾ നിങ്ങൾ ഈ 100 വാട്ടിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാനലിൻ്റെ അത് കുറേ ലോസസ് വരും. ഇതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ MC4 കണക്റ്റേഴ്സ്. ഈ കണക്റ്റേഴ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കണക്റ്റേഴ്സ് കൂടുന്നോറും കണക്റ്റേഴ്സ് കൂടും, വയർ കൂടും. ഇതൊക്കെ കൂടുമ്പോൾ ലോസസ് കൂടുതലായിരിക്കും. ഇതാണ് മൾട്ടി കോണ്ടാക്ട് 4ൻ്റെ സ്ക്വയറിൻ്റെ വയർ കണക്ട് ചെയ്യാന്നാണ് MC4 എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് 6 വരെയുള്ള വയറുകൾ നമുക്കിപ്പോൾ കണക്ട് ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കണക്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പാനലിൻ്റെ അടിയിൽ നിന്ന് ഔട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്രയും വരുമ്പോൾ ഇതൊരു കുറേ ലോസസ് ഉണ്ടായിരിക്കും. കാരണം ഇത്രയും നമ്മൾ കേബിളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസ് ലോസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടത്, ഇത്രയും വലിയൊരു ഏരിയ നിങ്ങൾക്ക് നഷ്ടമാണ്. ഒരു 2 കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഏരിയ നമുക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വലിയ പാനലുകളാണെങ്കിൽ നമുക്കൊരു 8 അല്ലെങ്കിൽ 6 പാനൽ കൊണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 കിലോ വാട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഈ 100 വാട്ടിൻ്റെ പാനലുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ലോസസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ കേബിളുകൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായത്. ഇതാണ് ഈ ഒരു കണക്റ്റേഴ്സ്. അതായത് പാനലിൽ നിന്ന് വരുന്നത് 2 MC4 കണക്റ്റേഴ്സിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ലൈനാണ് ഈ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പഴയ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ യൂസ് ചെയ്ത് തന്നെ സാധാ 10 സ്ക്വയർ mm AC കേബിളാണ്. ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഇതൊരു ഓൾറെഡി ഒരു GI ഷീറ്റിൻ്റെ മേളിലാണ് കിടക്കണേ. അപ്പോൾ അന്നൊരു UV പ്രൊട്ടക്റ്റഡ് അല്ലാത്ത കേബിൾ ആയതുകൊണ്ടും ഉള്ളിൽ ടിൻഡ് കോപ്പർ അല്ലാത്ത കാരണത്താൽ ഇതിൻ്റെ അകത്ത് ക്ലാവ് പിടിക്കാനുള്ള ചാൻസസും വയർ കത്തിപ്പോകാനുള്ള വരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം
ഇതൊക്കെ നോക്കുക. കാരണം ഓൾറെഡി സോളാർ കേബിൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇത് ലോങ് ടേം റണ്ണാണ്, അല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ചെയ്യുന്നാൽ. അപ്പോൾ മാക്സിമം അതിൻ്റെ റിലയബിലിറ്റിനെ കുറിച്ച് നോക്കിയിട്ട് നിങ്ങളിത് ചെയ്യുക. പിന്നെ ഈ സിസ്റ്റത്തിൽ കുറേ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആ പറഞ്ഞ പാനലുകൾ. 100 വാട്ടിൻ്റെ 12 പാനലുകളാണ് ഇരിക്കുന്നത്. ഈ നീല കളറിൽ കാണുന്ന പാനൽസൊക്കെയാണ് അതൊക്കെ. ഈ ഒരു സിസ്റ്റം ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപയോളം മേടിച്ചു. പക്ഷേ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ താഴെ ചെന്നിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം അതിന് ഇൻവേർട്ടർ സൈഡും ബാറ്ററി സൈഡൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ് പിന്നീട് ഒരു മാറ്റം വരുത്തിയത്, വേറൊരു കമ്പനിയും കണ്ട് അവർ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു. ഈ ഒരു 12 പാനലിൽ ഇതിൻ്റെ ഒരു 4 അതായത് 200 വാട്ട് 100 വാട്ടിൻ്റെ 2 സീരീസ് ചെയ്തിട്ട് വേറൊരു 100 വാട്ടും കൊണ്ട്, അതായത് 2 സീരീസ് ചെയ്തു 100 വാട്ടിൻ്റെ. അതിനുശേഷം മറ്റൊരു 2 കൂടി സീരീസ് ചെയ്തിട്ട് അതിൽ പാരൽ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് ഇതിന് പാരൽ ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതായിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗം. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ ഞാൻ കേബിളിൻ്റെ കാര്യം കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞതുപോലെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു കേബിളിൻ്റെ കാര്യം. ഇപ്പോൾ നിങ്ങൾ വന്ന് നോക്കി ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു കേബിൾ DC കേബിൾ, അതായത് സോളാർ കേബിൾ അല്ലാത്തതുകൊണ്ട് ഓൾറെഡി തന്നെ ഇതിൻ്റെ ഒരു ഇത് ഫെയ്ഡ് ആയി തുടങ്ങി. കാരണം ഇത്രയും ടെമ്പറേച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഉച്ച സമയത്ത് ഇതിൻ്റെ അകത്ത് തൊടാൻ പോലും പറ്റില്ല. ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പൊള്ളി നിൽക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു കേബിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു സിസ്റ്റം ഫെയിലർ. പിന്നെ നിങ്ങൾ മാക്സിമം സ്ട്രക്ചറൊക്കെ അടിച്ച് ചെയ്യേണ്ട സ്ഥലത്ത് സ്ട്രക്ചറൊക്കെ ചെയ്യുക. പിന്നെ ഇതൊന്നും ഒട്ടും ക്ലാമ്പ്ഡ് പോലും അല്ല ഈ ഒരു സിസ്റ്റം. കണ്ടോ, ഇത് കണ്ടോ, ഒരു ക്ലാമ്പ് പോലും വെച്ചിട്ടില്ല ഈ ഒരു പാനലിൽ. അപ്പോൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറന്നു പോകാൻ, അതായത് കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ സിസ്റ്റമൊക്കെ തെറിച്ചു പോകാനുള്ള ചാൻസസ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിറ്റി, നിങ്ങൾ മാക്സിമം ക്വാളിറ്റിയിലൊന്ന് എന്താ പറയണേ കുറവ് വരുത്താണ്ടിരിക്കുക. കാരണം ലോങ് ടേമിൽ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതിലൊരു അർത്ഥമില്ല. കാരണം ഓൾറെഡി നല്ല കമ്പനികളാണെങ്കിൽ അവരൊന്നും ഒരിക്കലും അത് ചെയ്യില്ല. കാരണം അവർക്കൊരു ചീത്തപ്പേരായിരിക്കും. കാരണം എന്നാ പറയണേ, ഇപ്പോൾ ഒരു സിസ്റ്റം പോയി ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫെയിലിയർ ആവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരങ്ങനെ പുഷ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റം തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഭയങ്കര ലോസസാണ് ഇങ്ങനെയൊക്കെയുള്ള കേബിളുകളും ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കേബിൾ നിങ്ങൾ കണ്ടത് 10 സ്ക്വയർ എമ്മിൻ്റെ AC കേബിളാണ് ഇവിടെ ഉപയോഗിച്ചാണ്. ഈ AC കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 800-900 വാട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏകദേശം നമുക്കൊരു 600 വാട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ 8 ബാറ്ററീസ് ഉണ്ട്. 8 ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊന്ന് കണക്കൂട്ടാണ് 100 H വെച്ചാണ് ഏകദേശം 8000 വാട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മണിക്കൂറിൽ ഏകദേശം 600 വാട്ട് പ്രൊഡക്ഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ ഏകദേശം 12 മുതൽ 13 മണിക്കൂർ വരെ എടുക്കണം. നമ്മുടെ ഡെയിലി ഒരു ഏകദേശം ഓൾറെഡി പൊളിയാണ് വെച്ചേക്കണേ. ഏകദേശം ഇവിടെ അത്യാവശ്യം ഇരുണ്ട കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ ബാറ്ററി ഫുള്ളി ചാർജഡ് കണ്ടീഷൻ എത്തില്ല. ഇതിൻ്റെ ഫ്ലോട്ടൊക്കെ ഏകദേശം 14 ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി ചാർജഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 14.3 അല്ലെങ്കിൽ 14. ഇപ്പോൾ ഒരു ബെഡ് ടൈപ്പ് ബാറ്ററി ആയതുകൊണ്ട് ഏകദേശം ഒരു 14 ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്ലോട്ട് വോൾട്ടേജ്. ആ ഒരു വോൾട്ടേജ് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡെയിലി ഇതിൻ്റെ അകത്ത് ലോഡും വരുന്നത് കൊണ്ട് ഇത് ഇതിൻ്റെ ഒരു ചാർജിങ് പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഫെയിലിയർ ആയത്. അപ്പം നിങ്ങൾ വീട്ടിലൊരു സിസ്റ്റം വെക്കുക എന്ന് കരുതിക്കോ. അതിനാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ചോദിക്കുക അവരുടെ അടുത്ത് എത്ര വാട്ട്സിൻ്റെ പാനലാണ് വെക്കുന്നത്, എന്തോരം സമയം കൊണ്ട് ഈ ബാറ്ററി ഫുള്ളി ചാർജഡ് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വലിയ പ്രശ്നമായി മാറും. പിന്നീട് ഇവിടെ ബെഡ് ടൈപ്പ് ബാറ്ററി ഉപയോഗിച്ചതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബെഡ് ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത് C20 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഈ C20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി ഇൻ 20 എന്നാണ്. അപ്പോൾ ഈ C20 ബാറ്ററിയിൽ നമുക്ക് മാക്സിമം എന്താ പറയണേ വലിയൊരു ഡിസ്ചാർജിങ് ആംബിയറും നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. വലിയ ഹ്യൂജ് ആയിട്ട് പെട്ടെന്ന് ഭയങ്കര ഒരു വലിയൊരു രീതിയിലുള്ള ആംബിയറും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മൾ സോളാർ വയ്ക്കാൻ മാക്സിമം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് C10 എന്ന് പറയുന്ന ബാറ്ററിയാണ്. ഈ C20യുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ C20 ഒരു ബെഡ് ടൈപ്പ് ബാറ്ററി ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്ലേറ്റുകളായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ കനം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഹൈ കറണ്ടൊക്കെ നമ്മൾ അതിനകത്ത് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക ചൂടായി പൊട്ടി പോയില്ലേ, അതേ സംഭവം ഇതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് കൂടി പൊട്ടി ഒരു പീസായിട്ട് വന്നിട്ട് അടിയിൽ അടിഞ്ഞുകൂടും. അത് അടിഞ്ഞുകൂടിയിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് നിന്നിട്ട് അത് ഷോർട്ടായി ബാറ്ററി കംപ്ലൈൻറ്റ്, അങ്ങനെയാണ് ഇത് പോകുന്നത്. അതേസമയം നമ്മൾ C10 എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ട്യൂബുലാർ ബാറ്ററി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് റോൾ ചെയ്തായിരിക്കും നമ്മുടെ ഈ പ്ലേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി കട്ടിയുണ്ടാവും. അപ്പോൾ ഹൈ കറണ്ടിൽ ഡിസ്ചാർജ് ചെയ്താൽ അത് അങ്ങനെ പെട്ടെന്ന് പോകില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ കൂടുതൽ എന്താ പറയുക കുറേ സമയത്തേക്ക് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഈ C10 ആണ് ഏകദേശം 5 വർഷത്തോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് മിക്ക കമ്പനികളും തരുന്നുണ്ട്.
അപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെയുള്ള ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററി വെച്ചതായിരിക്കും. രണ്ടാമത്തെ കേസ് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇൻവേർട്ടർ ഈ MPPT കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വെച്ചത്. ഇവിടെ ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു PWM ഇൻവേർട്ടർ ആണ്. അതായത് നമ്മൾ ആദ്യം പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ വേണ്ടി നമ്മൾ ഐ ബട്ടൺ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ MPPT ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് MPPT എന്താണെന്ന് കുറച്ചുകൂടെ നന്നായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ കമന്റിൽ ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി കമന്റ് ഒക്കെ വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇപ്പൊ MPPT ടൈപ്പ് ആണ് വെച്ചത്. അപ്പോൾ അത് ഒരിക്കലും ഒരു ചാർജിങ് പ്രോപ്പർ ആവില്ല. അങ്ങനെ വന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാറ്ററി കംപ്ലൈന്റ് ആയി സിസ്റ്റം ഫെയിലിയറിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വീട്ടിലൊരു സിസ്റ്റം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡൗട്ടുകൾക്കൊക്കെ ആണെങ്കിൽ എൻ്റെ നമ്പറും എൻ്റെ Instagram ID ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ചു നമുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നായിരിക്കും. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം റിപ്ലൈ ചെയ്യാം. പിന്നെ താഴെ ഞാൻ ഒരു നമ്പർ കൊടുത്തേക്കാം, എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡിൽ നമുക്ക് നല്ലൊരു ടീമുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ഇതുപോലത്തെ വർക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു ടീമുണ്ട്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് സെറ്റപ്പായിട്ട് ചെയ്യാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഗുഡ് ബൈ.